അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന നിതിൻ രാജിൻ്റെ മരണം നമ്മൾ കണ്ടു. ആ മരണത്തിന് കാരണക്കാരായ 1-2 പേരുണ്ട്. ഡോക്ടർ MK റാമൻ ഒളിവിൽ കഴിഞ്ഞ 3 മാസമായി അദ്ദേഹം ഒളിവിലാണ്. അദ്ദേഹം ആന്ധ്രാക്കാരനാണ്, ഡോക്ടർ റാം. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിൽ പോലീസ് വീഴ്ച വരുത്തി. 3 മാസം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിനെ എങ്ങനെയോ അവർ കർണാടകയിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി. ക്രൈംബ്രാഞ്ച് DYSP ആണ് കോടതിയിൽ ഹാജരാക്കിയത്. SC/ST കോടതി, പ്രിൻസിപ്പൽ കോടതി അവിടെ കണ്ണൂരിലെ അവിടെ ഹാജരാക്കി ഡോക്ടർ MK റാമിനെ. അറസ്റ്റ് ചെയ്യുമ്പം പാലിക്കേണ്ട കടമകൾ, പാലിക്കേണ്ട കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്ന് ഡോക്ടർ MK റാമിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. കോടതി അത് പരിശോധിച്ചു. അത് നിയമപരമായ ഒരു അറസ്റ്റായിരുന്നില്ല. അത് കോടതി അറസ്റ്റ് ചെയ്തുകൊണ്ട് MK റാമിനെ 3 മാസം ഒളിവിലിരുന്ന റാമിനോട് ഇറങ്ങിപ്പോക്കൊള്ളാൻ പറഞ്ഞു. ഇത് വലിയ വാർത്തയായി. ഇറങ്ങിപ്പോയ റാമിനെ കോടതിയുടെ പരിസരത്ത് വെച്ച് വീണ്ടും പോലീസ്, ക്രൈംബ്രാഞ്ച് DYSP അറസ്റ്റ് ചെയ്തു. അത് കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല. കോടതി അവിടെ ഇറങ്ങിപ്പോക്കോളാൻ പറഞ്ഞതാണ്. അയാളെ അറസ്റ്റ് ചെയ്ത് നിയമപരമായ അന്നേരം ചില കാര്യങ്ങൾ അവർ ആലോചിച്ച ശേഷം ഇയാളെ വീണ്ടും ജാമ്യത്തിൽ വിട്ടു. ഒരു നോട്ടീസ് കൊടുത്തു, ഇനി പറയുന്ന സമയത്ത് ഹാജരാകണമെന്ന് പറഞ്ഞു. ഹൈക്കോടതിയിലെ ഈ സംഭവം എത്തി ജസ്റ്റിസ് ബദറുദ്ദീൻ്റെ ബെഞ്ചിലാണ്. ഇതിനകത്തൊരു ഗൂഢാലോചന നടന്നു എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അതിനകത്ത് ജാമ്യത്തിൽ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിടാൻ കാരണം, ഇറങ്ങിപ്പോക്കോളാൻ പറയാൻ കാരണം, അറസ്റ്റ് നിയമങ്ങളൊന്നും പോലീസ് പാലിച്ചില്ല. DYSP ആയെങ്കിലും ആ DYSPക്ക് വിവരമില്ല. അവരെ സൂപ്പർവൈസറി ഓഫീസറായ SP, DIG, IG അവർക്കും നിയമപരമായ വിവരങ്ങളില്ല. അവർ സൂപ്പർവൈസറി ഓഫീസർ ആണെങ്കിലും അവരൊന്നും ഒരു ജോലിയും ചെയ്യുന്നില്ല. കേരളത്തിൽ 10-15 വർഷമായി പോലീസിൻ്റെ അവസ്ഥ ഇതാണ് എന്ന് തുറന്നടിച്ചു ജസ്റ്റിസ് ബദറുദ്ദീൻ. കാരണം സുപ്രീം കോടതി വരെ പോയിട്ട് ജാമ്യം ലഭിക്കാതിരുന്ന ഒരാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുമ്പം അറസ്റ്റ് നിയമങ്ങളെല്ലാം പാലിക്കണമായിരുന്നു. പോലീസ് അതിനകത്ത് വീഴ്ച പറ്റി. ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പ്രൊമോഷൻ കിട്ടുന്നതും കൈക്കൂലി വാങ്ങുന്നതും മാത്രമാണ് കൂടുതലും താല്പര്യം. അവർക്ക് നിയമപരമായ അവബോധമില്ല. അവരാരും ഒന്നും പഠിച്ചിട്ടില്ല. കാരണം അതുകൊണ്ടാണ് DYSP റാങ്കിൽ ഒരാൾക്ക് ഇതുപോലത്തെ പാളിച്ച പറ്റുന്നത്. അവർക്ക് പ്രൊമോഷനിലും പണം ഉണ്ടാക്കുന്നതിലും മാത്രമേ താല്പര്യമുള്ളൂ. കോടതി പണത്തിൻ്റെ മേലെ പരുന്തും പറക്കില്ല എന്ന് വരെ പറഞ്ഞു കഴിഞ്ഞു. കോടതി നിരീക്ഷിച്ചത് 10-15 വർഷമായിട്ട് പോലീസിൻ്റെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. അത് 100% ശരി തന്നെയാണ്. ജസ്റ്റിസ് ബദറിൻ്റെ നിരീക്ഷണം വളരെ കൃത്യമായിരുന്നു കേരളത്തിലെ പോലീസിൻ്റെ അവസ്ഥയെപ്പറ്റി. കുറേ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് മാത്രമേ വിവരമുള്ളെന്ന് പറഞ്ഞാൽ നിയമപരമായ അറിവുള്ളൂ. അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് പുതിയ BNS അനുസരിച്ച് പാലിക്കേണ്ട നിയമങ്ങൾ കൃത്യമായിട്ട് BNS 36 പറയുന്നുണ്ട്. അത് വായിച്ചു നോക്കി മനസ്സിലായിട്ടില്ല. ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ നേരത്തെ 41 CRPC അനുസരിച്ചുള്ള അറസ്റ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. അതുപോലും ഇവർക്കറിയില്ല. അതിൻ്റെ കറസ്പോണ്ടിങ് ആയ BNS 36 കൃത്യമായിട്ട് പറയുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ താൻ ആരാണ് എന്ന് പ്രതിയോട് പറയണം. തൻ്റെ റാങ്കും പേരും പറയണം. ആ പ്രതിയെ അറസ്റ്റ് ചെയ്യുമ്പം അറസ്റ്റ് മെമ്മോ തയ്യാറാക്കണം. അറസ്റ്റ് മെമ്മോയിൽ ഒരാൾ അറ്റസ്റ്റ് ചെയ്യണം. ഒന്നെങ്കിൽ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് കൂടെയുള്ള ആരാണ്, ഭാര്യയാണ്, അപ്പനാണ്, അമ്മയാണേലും അവരെ അറ്റസ്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഏതെങ്കിലും സാക്ഷി അറ്റസ്റ്റ് ചെയ്യണം. അറസ്റ്റ് ചെയ്യുന്ന ആളെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ആ മെമ്മോറാണ്ടത്തിൽ മറ്റൊരാൾ ഒപ്പിടണം. അതാണ് 36 നിഷ്കർഷിക്കുക ചെയ്യുന്നത്. അങ്ങനെ പറഞ്ഞിരിക്കുന്നതിനെപ്പറ്റി യാതൊരു ബോധവും DYSP റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനില്ല. അന്വേഷണ സംഘത്തെ പെട്ടെന്ന് ഹൈക്കോടതി വിമർശനം വന്നതോടുകൂടി മാറ്റിക്കഴിഞ്ഞു. പുതിയ SP അക്കാര്യത്തിൽ ചാർജ് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള IPS ഓഫീസർമാരാരും നിയമപരമായ പാണ്ഡിത്യമുള്ളവരല്ല. അവർക്ക് എന്താണ് ഇവിടെ നടക്കുന്നതെന്ന് അറിയില്ല. അവരവരുടെ പൊസിഷൻ കീപ്പപ്പ് ചെയ്യുക, റാങ്ക് ഹോൾഡ് ചെയ്തിരിക്കുന്നതെന്നല്ലാതെ അവർക്കായി നിയമപരമായി എന്ത് ചെയ്യണമെന്നറിയില്ല. അവിടെയാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഗുരുതരമാകുന്നത്. അവർ സൂപ്പർവൈസറി ഓഫീസറാണെങ്കിൽ താഴെക്കടയിലുള്ള ആൾക്കാർ ചെയ്യുന്ന തെറ്റുകൾ മോണിറ്റർ ചെയ്യാൻ അവർക്ക് കഴിയില്ല. മോണിറ്റർ ചെയ്താൽ എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കാൻ അവർക്കറിയില്ല. അതുകൊണ്ടാണ്
36 പ്രകാരം അറസ്റ്റ് മെമ്മോ, പ്രത്യേകിച്ച് ഡോക്ടർ റാമിനെ പോലെ ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ 36 പറയുന്ന പോലെ ഒരു അറസ്റ്റ് മെമ്മോ, അത് കോടതിയിൽ റിമാൻഡ് അപേക്ഷ സഹിതമായി DYSP ഹാജരാക്കിയപ്പം അറസ്റ്റ് മെമ്മോ ഇല്ലായിരുന്നു. റാമിന് വേണ്ടി ഹാജരായ വക്കീൽ അത് തന്നെയാണ് കോടതി പറഞ്ഞത്. അവിടെ പോലീസിന്, ക്രൈംബ്രാഞ്ചിന് പാളിച്ച പറ്റി. ആ ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. ഈ 36 പ്രകാരം മാത്രമല്ല, പോലീസ് BNS 47 പ്രകാരം ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കാരണം എന്താണ്? താൻ കൊലക്കേസാണ് ചെയ്തത്, താൻ മോഷ്ടിച്ചയാളാണ്, താൻ ഒരാളെ കുത്തിയതാണ്, അത് ആ അറസ്റ്റ് ചെയ്യുന്ന ആളെ ബോധ്യപ്പെടുത്തി പറയണം. അത് 47 BNS പ്രകാരമാണ്. അതോടൊപ്പം തന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ 49 പ്രകാരം അയാളുടെ ബോഡി സെർച്ച് ചെയ്യണം. അയാളെപ്പറ്റി, ഈ കേസിൻ്റെ വിവരങ്ങളെപ്പറ്റി അദ്ദേഹത്തിന് പറയണം. അദ്ദേഹത്തിന് ഒരു മെഡിക്കൽ പരിശോധന നടത്തണം. അതും ഇതിനോടൊപ്പം തന്നെ ചെയ്യണം. 51 BNS പ്രകാരം മെഡിക്കൽ പരിശോധന നടത്തണം. അയാളെ പിടിച്ച സമയത്ത് അദ്ദേഹത്തിൻ്റെ ദേഹത്ത് മുറിവൊന്നുമില്ല. പോലീസ് കസ്റ്റഡി ഇരുന്ന് കഴിഞ്ഞാൽ, മെഡിക്കൽ പരിശോധന കഴിഞ്ഞ് പിന്നെ മുറിവുണ്ടായെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർ സമാധാനം പറയേണ്ടി വരും. ഇങ്ങനെ നിരവധി കാര്യങ്ങളും പോലീസ് ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് DYSP ആകുമ്പം അല്ലെങ്കിൽ SHO ആയിരിക്കുമ്പം പഠിച്ചിരിക്കണം. അതുപോലെ BNSൽ 36, 49, 53, 47 ഒക്കെ ഹൃദിസ്ഥമാക്കേണ്ടതാണ്. അതൊന്നും ഇവിടുത്തെ പല പോലീസ് ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും അറിയില്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള വിമർശനം ഇനിയും ഉണ്ടാവും ഹൈക്കോടതി കൃത്യമായിട്ട് അത് പറഞ്ഞിരിക്കുന്നു. ആ കാര്യങ്ങൾ പോലീസ് മനസ്സിലാക്കണം. അതുകൊണ്ട് ആ പ്രിൻസിപ്പൽ സില്ലാ ജഡ്ജി കോടതിയിൽ നിന്ന് ഇത്രയും പാടുപെട്ട് അറസ്റ്റ് ചെയ്ത ആൾക്കാർ, അവരെ കോടതി അയാളോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ഇപ്പം മനസ്സിലായിട്ടുണ്ട് പോലീസിന്. അതുതന്നെയല്ല, ഇതിനകത്ത് അറസ്റ്റ് ചെയ്യുന്ന ആളുമായിട്ട് ഒന്നിച്ച് അവർ സന്തോഷിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. അതിനകത്തും പോലീസിന് എഗൻസ്റ്റായിട്ട് ഹൈക്കോടതി പറഞ്ഞു. കാരണം ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ ആ പ്രതിയായിട്ട് ഒന്ന് ചേർന്ന് നടന്നതും അതിനകത്ത് ചില അഴിമതികളുണ്ടോ ഇല്ലയോ എന്നും കോടതി സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാര്യത്തെപ്പറ്റി അടിയന്തരമായി ആഭ്യന്തര വകുപ്പ് ഒരു അന്വേഷണം നടത്തണം. DYSPക്ക് അയാളുടെ ഇതുവരെയുള്ള പ്രവർത്തികൾ 3 മാസം എടുത്തു ഒരാളെ ലൊക്കേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാനായിട്ട്. അയാൾ ആന്ധ്രയിൽ തന്നെ ഉണ്ടായിരുന്നു. അയാൾ അറസ്റ്റ് ചെയ്തതിന് വിധേയമായി സുപ്രീം കോടതിയുടെ ജാമ്യം നിഷേധിച്ചതോടുകൂടി അറസ്റ്റിന് വിധേയനാകാനായിട്ട് കേരളത്തിലേക്ക് വരുന്ന സന്ദർഭത്തിലാണ് പിടിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. എന്തായാലും ശരി, ഈ കേസിൻ്റെ അന്വേഷണം ഏത് DYSP അന്വേഷിച്ചാലും ഏത് SP അന്വേഷിച്ചാലും അതൊരു കൊലപാതകമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അതൊരു റാഷ് നെഗ്ലിജൻസ് അല്ലെങ്കിൽ ഒരു അബദ്ധത്തിലുണ്ടായ ഒരു വീഴ്ചയല്ല. അത് മനഃപൂർവ്വമായിട്ട് ആ കുട്ടി നിതിൻ രാജ് വീണതാണ് എന്നൊന്നും ആരും പറയണ്ട. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുള്ള ആ പരിക്കുകൾ ആ കഥ പറയുന്നുണ്ട്. വലതുവശത്തെ കാലിന് ഒരു ഒടിവും ചതവും ഉണ്ട്. അപ്പോൾ വലതുവശ കാലിൽ ലാൻഡ് ചെയ്യുന്നെന്ന് വെക്കാം. ഇടത് തോളിന് എന്ത് പറ്റി, അവിടെ ഒരു പരിക്ക് കാണുന്നുണ്ട്. ഇത് അവിടെ ബൗൺസേഴ്സ് ഉള്ളതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്ന ആ കോളേജിൽ. ഇത് ആരുടെ കോളേജാണ്, ആരാണ് ഇതിൻ്റെ അധിപന്, അതൊക്കെ ഇനി അന്വേഷണത്തിൽ കൊണ്ടുവരണം. ഗവൺമെൻറ് ആ കാര്യം ശ്രദ്ധിക്കണം. ഈ കോളേജിൻ്റെ നടത്തിപ്പുകാരാണ് ഇത് ബിനാമിയിൽ ആരോ നടത്തുന്നതാണ് എന്ന് പറയുന്നുണ്ട്. ആരാണ് ഇതിൻ്റെ നടത്തിപ്പുകാർ, അവരുടെ സോഴ്സ് ഓഫ് ഫണ്ട് എവിടുന്നാണ് എന്നുകൂടി അന്വേഷിക്കുന്നത് നല്ലതായിരിക്കും.